ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ നോമ്പുകാലത്തിൽ നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുന്നതാണ്. ഈ നോമ്പുകാലത്ത് ഈശോയോട് കൂടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായി എൻ്റെ മനസ്സിൽ കയറി വരുന്ന ഒരു ചിന്തയാണ്, നോമ്പുകാലത്ത് നമ്മൾ ഒരു പ്രധാനമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഉപവാസം. ഉപവാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയോട് കൂടെ ആയിരിക്കുക എന്നാണ്. ഈശോയോട് കൂടെ ആയിരിക്കുക, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ കയറി വരുന്ന ചിന്ത. ഒന്നാമത്, നമ്മൾ ഈശോയോട് കൂടുതൽ സ്നേഹമുള്ളവരായിരിക്കുക. രണ്ടാമത്, ഈശോയോട് എപ്പോഴും നന്ദി പറയാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ ഇന്ന് ഈശോ നമ്മോട് പറയുന്നത് അവിടുത്തെ കൂടെ ആയിരിക്കുക. അപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ രൂപാന്തരത്തെ പറ്റി ആണ് വ്യക്തമാക്കുന്നത് ആ സുവിശേഷ ഭാഗം. അവിടെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പത്രോസ് യേശുവിനോട് പറയുന്നു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പത്രോസ് ലീഹ പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ഈശോയോട് കൂടെ ആയിരിക്കുമെന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കാ സുവിശേഷകൻ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. അവിടെ എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിയുന്നില്ല. പക്ഷേ അവിടെ ഈ ശിഷ്യന്മാർ ആ സഹോദരനോട്, തൻ്റെ കൂടെ നടന്നിരുന്ന സഹോദരനോട് ഇപ്രകാരം പറയുന്നുണ്ട്, ഇപ്പോൾ അസ്തമയ സമയമായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഇവിടെയും ഈശോ അവരിലൂടെ വ്യക്തമാക്കി കൊടുക്കുന്നു, നാം ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് അവിടെ സ്നേഹത്തിൽ കൂടുതൽ ആഴമായി ജീവിക്കാൻ സാധിക്കും. ഈ നോമ്പുകാല സമയത്ത് നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ നോമ്പുകാലം ഫലപ്രദമായി കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.